നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് നിങ്ങളുടെ ഈ ആഴ്ച എന്ന ജ്യോതിഷ വിഷയമാകുന്നു. നിങ്ങളുടെ ഈ ആഴ്ചയിൽ നാം ചർച്ച ചെയ്യുന്നത് 1200 ഇടവം 18 മുതൽ 24 തീയതി വരെയുള്ള ഞായറാഴ്ച മുതൽ ശനിയാഴ്ച വരെയുള്ള, അതായത് 2025 ജൂൺ 1 മുതൽ 7 തീയതി വരെയുള്ള ഒരു വാരക്കാലത്തെ ശുഭാശുഭ ഫലങ്ങളാണ്. ഈ ആഴ്ചയിൽ പ്രധാനമായും സംഭവിച്ച ചാരവശാലുള്ള ഒരു മാറ്റം, ശുക്രൻ മേടൻ രാശിയിലേക്ക് വന്നു എന്ന ഒരു പ്രത്യേകതയാണ്. വ്യാഴം മിഥുന രാശിയിലേക്ക് പ്രവേശിച്ചു, രാഹു കുംഭത്തിലേക്ക് വന്നു. ഈ ആഴ്ചയിലുള്ള ഒരു പ്രധാന പ്രത്യേകത ശുക്രൻ്റെ രാശി മാറ്റമാണ്. അപ്രകാരം തന്നെ ചന്ദ്രൻ അമാവാസി കറുത്ത വാവ് കഴിഞ്ഞ് ചന്ദ്രൻ ബലവാനായി സ്വന്തം ക്ഷേത്രമായ കർക്കിടകത്തിൽ വന്നു. അവിടെ ചൊവ്വയ്ക്ക്, നീചസ്ഥനായ ചൊവ്വയ്ക്ക് ആ ചന്ദ്രൻ്റെ യോഗം ഒരു ദിഗ്രഹ യോഗമാണ്. അതിനാൽ ചൊവ്വയുടെ ആ കാഠിന്യത്തെ ശമിപ്പിക്കുവാൻ ചന്ദ്രന് കഴിയുന്നു. പ്രത്യേകതയുള്ള ഈ വാരത്തിൽ നമുക്ക് മേടം മുതൽ മീനൻ രാശി വരെയുള്ള 12 രാശിക്കാരുടെയും ശുഭാശുഭ ഫലങ്ങൾ ചർച്ച ചെയ്യാം. എല്ലാവർക്കും ഡോക്ടർ മാരാർജി എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സുസ്വാഗതം. ഈ വാരത്തിൽ ധനുരാശിയുടെ പൊസിഷൻ, ഗ്രഹങ്ങളുടെ പ്ലാനറ്ററി പൊസിഷൻ നമുക്ക് നിരീക്ഷിക്കാം. 3-ാം ഭാവത്തിൽ രാഹു, 4-ാം ഭാവത്തിൽ ശനി, 5-ാം ഭാവത്തിൽ ശുക്രൻ, 6-ാം ഭാവത്തിൽ സൂര്യനും ബുധനും, 7-ാം ഭാവത്തിൽ വ്യാഴം, അഷ്ടമത്തിൽ ചന്ദ്രനും ചൊവ്വയും, 9-ാം ഭാവത്തിൽ കേതു. ഇവിടെ മനസ്സിലാക്കേണ്ടത്, കഴിഞ്ഞ ദിനങ്ങളിലൊക്കെ തന്നെ ധനുരാശിക്കാർക്ക് അഷ്ടമത്തിലെ ചൊവ്വ വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിരിക്കാം. സഖാകിന്ന ശത്രുയതേ സൽകൃതോപി പ്രയത്നേകതേ ഭൂയേതജ ഉപസർഗേഹി. താൻ സൽക്കരിച്ച സുഹൃത്ത് തന്നെ ശത്രുവാകും. എത്ര യത്നിച്ചാലും തടസ്സങ്ങൾ വരും അഷ്ടമത്തിൽ ചൊവ്വ വന്നാൽ. ശുഭാത്യസ്യം ഖേജരാഹ കുര്യുരന്നേ വിധാനേപി ചെയ്ത് അഷ്ടമേ ഭൂമിസുനു. എല്ലാ ഗ്രഹങ്ങളും എത്ര നല്ല സ്ഥാനത്ത് വന്നാലും അഷ്ടമത്തിൽ ചൊവ്വ വന്നാൽ അതിനെ നശിപ്പിക്കും. ആ വിഷയത്തിങ്കൽ ഒരു വലിയ പരിധിവരെ ഈ വാരം പരിഹാരമാണ്. കാരണം 5-ാം ഭാവം, അവരുടെ സന്താനസ്ഥാനം, ബുദ്ധിസ്ഥാനം, തീരുമാനങ്ങൾ എടുക്കുമ്പോൾ പാളിപ്പോവുക. അവിടെ ആര് വന്നു? ലാഭാധിപനായ ശുക്രൻ വന്നു. അതിനു പുറമെ അഷ്ടമത്തിൽ നിൽക്കുന്ന ഈ ചൊവ്വയ്ക്ക് ചന്ദ്രൻ്റെ യോഗം വന്നു. ബഹുമതി ഹി വ്യാധിന അർദ്ധിത എന്നാണ്. ബഹുമതി, തനിക്ക് അനേക ബുദ്ധി ഉണ്ടാകുമെന്നാണ്. സന്താനങ്ങൾക്ക് ഈ വാരം വളരെ ഗുണമാണ്. താൻ എടുക്കുന്ന തീരുമാനങ്ങളിൽ ബഹുമതി, തനിക്ക് ധാരാളം ബുദ്ധി ഉപയോഗിക്കാം. താൻ ഇത്രയും കാലം എടുത്ത തീരുമാനങ്ങളിൽ വരുന്ന പാളിച്ചകൾ തിരുത്തി ഒരു അശ്വമേധത്തോടു കൂടി മുന്നോട്ട് നീങ്ങാം. ഒരു അശ്വമേധത്തെ തുറന്നു വിടുവാനുള്ള ഒരു കരുത്ത് ധനുരാശിക്കാർക്കുണ്ടാകും. കാരണം ധനുവിൻ്റെ എംബ്ലം തന്നെ കുതിരയാണ്. അതിനാൽ വയലാറിൻ്റെ ഗാനം ചൊല്ലിക്കൊണ്ട് മുന്നോട്ട് പോവുക. ആരൊരാളൻ കുതിരയെ കെട്ടുവാൻ, ആരൊരാളതിൻ മാർഗം മുടക്കുവാൻ, ദിഗ്വിജയത്തിനൻ സർഗശക്തിയാം ഈ കുതിരയെ വിട്ടയക്കുന്നു ഞാൻ. ഈ ആകാശത്തെ തുറന്നു വിടുവാൻ പ്രാപ്തി ഇവർക്കുണ്ടാകട്ടെ. കാരണം 7-ൽ വ്യാഴം വന്നു. മറ്റൊരു ചെറിയ തടസ്സങ്ങൾ എന്താണ്? ഭാഗ്യാധിപനായ, കർമാധിപനായ സൂര്യനും ബുധനും കൂടെ 6-ാം ഭാവത്തിൽ നിൽക്കുന്ന എന്നൊരു ദോഷമുണ്ട്. അതിനാൽ പൂർവികമായ സ്വത്ത്, അച്ഛൻ്റെ ആരോഗ്യം, അച്ഛൻ്റെ ആളുകൾ, അപ്രകാരം തന്നെ ഇഷ്ടപ്പെട്ട ഗുരു, ഇവരൊക്കെ തന്നോട് പിണങ്ങുക, ഇവരുമായി ശത്രുത ഉണ്ടാവുക എന്നൊരു ദോഷം ഈ വാരമുണ്ട്. അതൊക്കെ ഇപ്പോൾ ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞാൽ മാറും. ഈ വാരം ശ്രദ്ധിക്കണം. നല്ല നരസിംഹക്ഷേത്രത്തിൽ തനിക്ക് എന്ത് ചെയ്യണം? പാനകം, തുളസിമാല, ഭാഗ്യസൂക്താർച്ചന ചെയ്യണം. പലപ്പോഴും രേഖാപരമായ ശത്രുത പലരുമായും വരും. അതിനാൽ രേഖാപരമായ വിഷയത്തിൽ വളരെയധികം ജാഗ്രത പാലിക്കുക. തനിക്ക് ശത്രുക്കൾ തനിക്ക് വിഘ്നങ്ങൾ ഏർപ്പെടുത്തും. അതിനെയൊക്കെ തരണം ചെയ്യണം. ഇവിടെ 3-ൽ രാഹു ഉണ്ട്. അത് പലപ്പോഴും വളരെ ഗുണമാണ്. 9-ാം ഭാവത്തിൽ കേതു നിൽക്കുന്നത് അമ്മ അല്ലെങ്കിൽ പിതാവ്, അമ്മയുടെ ആളുകൾക്കൊക്കെ ഒരു അരിഷ്ടതയുണ്ട്. അത് ബുധൻ മിഥുന രാശിയിൽ വരുമ്പോൾ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. ഇപ്പോൾ 5-ൽ ശുക്രനുണ്ട്. മക്കൾ, അവരുടെ പഠനം, അവരുടെ ഹയർ സ്റ്റഡീസ്, തനിക്ക് നല്ല ബുദ്ധി, തൻ്റെ വിഷയത്തിൽ ആകെ പ്രയാസപ്പെട്ട് കിടക്കുന്ന സമയത്ത് നിന്നും തനിക്ക് പെട്ടെന്ന് ഒരു പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ഒരു അശ്വമേധം ആകാശത്തെ തുറന്നു വിടാനുള്ള പ്രാപ്തി ധനുരാശിക്കാർക്കുണ്ടാകും. ധനുരാശിക്കാർ കുറച്ചേ ഉത്സാഹിക്കേണ്ട ആവശ്യമുള്ളൂ. കാരണം അതൊരു കൃതീക രാശിയാണ്.
ഒരു ദൈവനിയോഗം പോലെ തൻ്റെ കാര്യങ്ങളൊക്കെ നടക്കും എന്നൊരു കഴിവ് ധനുരാശിക്കാർക്കുണ്ട്. എല്ലാ ധനുരാശിക്കാർക്കും ശോഭനമായ നല്ലൊരു വാരക്കാലത്തെ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.